ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി വിഷു. എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരാണ്. അപ്പോൾ സാപ്പ് മീഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് 4 സീരീസുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. 2 ഹിന്ദി സീരീസും 2 ഇംഗ്ലീഷ് സീരീസുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ സീരീസുകളാണ് നോക്കുക, ആ സീരീസുകളുടെ വിശേഷങ്ങൾ ചെറിയൊരു റിവ്യൂ എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഏതൊക്കെ സീരീസുകളാണ് നോക്കാം. അതിൽ ഒന്നാമത്തെ സീരീസ് എന്നുള്ളത് ഒരു ഹിന്ദി ക്രൈം ഡ്രാമ ത്രില്ലർ രൂപത്തിൽപ്പെടുന്ന സീരീസാണ്. കാക്കി ദ ബീഹാർ ചാപ്റ്ററും കാക്കി ദ ബംഗാൾ ചാപ്റ്ററും. ഈ 2 സീരീസുകളാണ്. 2 സീരീസ് പറഞ്ഞാല് കാക്കി ദ ബീഹാർ ചാപ്റ്റർ എന്ന ഒരു സീരീസ് 2022 റിലീസ് ചെയ്തതാണ്. നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്തത്. തമിഴ് ഡബ്ല്യു വേർഷൻ ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു സീരീസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പോലീസ്, ഗുണ്ട, ഇന്ത്യൻ രാഷ്ട്രീയം, ഈ ഒരു സംഭവമാണ്. പോലീസും ഗുണ്ടകളും തമ്മിലുള്ള സംഭവങ്ങളും അതിൽ ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങനെ ഉൾപ്പെടുന്നു എന്നുള്ള, രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ എങ്ങനെ ഉൾപ്പെടുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സീരീസാണ്. വളരെ മികച്ച ഒരു സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. 7 എപ്പിസോഡുകളാണുള്ളത്. ഏകദേശം 6 മണിക്കൂർ മുകളിൽ സീരീസിന് ദൈർഘ്യം വരുന്നുണ്ട്. ഈ ഒരു സീരീസിന്റെ മൊത്തം 7 എപ്പിസോഡുകളാണുള്ളത്. നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 7 എപ്പിസോഡുകളിൽ ആദ്യത്തെ 4 എപ്പിസോഡ് എന്നുള്ളത് ഒരു ഓക്കെ ഫീൽ ആയിരുന്നു. എൻഗേജിങ് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും ഒരു ഓക്കെ ഫീൽ ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ലാസ്റ്റ് 3 എപ്പിസോഡ് നല്ല എൻഗേജ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു എപ്പിസോഡുകളായിരുന്നു എന്നുള്ളതാണ്. മൊത്തം 7 എപ്പിസോഡുകൾ ഒരു ഏവറേജ് തൊട്ട് മുകളിൽ നിൽക്കുന്ന ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സീരീസ് സമ്മാനിച്ചിട്ടുള്ളത്. പെർഫോമൻസുകളൊക്കെ വളരെ നീറ്റായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ രണ്ടാമതെന്നുള്ളത് കാക്കി ദ ബംഗാൾ ചാപ്റ്റർ. അപ്പോൾ ഈ 2025 റിലീസ് ചെയ്ത സീരീസാണ്. ഇതും 7 എപ്പിസോഡ്. ഈ ഒരു സീരീസും 7 എപ്പിസോഡുകളാണുള്ളത്. 6 മണിക്കൂർ എടുത്ത് ഈ ഒരു സീരീസിന് ദൈർഘ്യം വരുന്നുണ്ട്. ഒരു ഗ്യാങ്സ്റ്റർ ആക്ഷൻ ഡ്രാമ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന സീരീസാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് സീസൺ സെക്കൻഡ് സീസൺ എന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡ് ലോൺ സംഭവം തന്നെയാണ് ഈ ഒരു ഇതിലും സംഭവിക്കുന്നത്. പക്ഷെ പ്ലോട്ട് ഏകദേശം സെയിം തന്നെയാണ്. അതായത് പോലീസും ഗ്യാങ്സ്റ്റേഴ്സ്, ഗുണ്ടാ സെറ്റപ്പും പിന്നെ അതിനിടയിൽ പിന്നെ രാഷ്ട്രീയം എങ്ങനെ കളിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലും പറഞ്ഞു പോകുന്നത്. ഇത് ആദ്യത്തെ ബീഹാറിലായിരുന്നെങ്കിൽ ഇത് ബംഗാളിലാണ് സംഭവിക്കുന്നതാണ്. അപ്പം നായകന്മാരും ഒക്കെ പിന്നെ വില്ലന്മാരും ഒക്കെ പുതിയ ആൾക്കാരാണ്. പെർഫോമൻസുകളൊക്കെ കൊള്ളാമായിരുന്നു. വളരെ ഡീസൻ്റ് ആയിട്ട് ആ ഒരു വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സ്ക്രീൻ പ്ലേ ഒക്കെ കൊള്ളാമായിരുന്നു. സ്ലോ ബേൺ ഡ്രാമയാണ്. പിന്നെ ആക്ഷൻ വിഭാഗത്തിലൊക്കെ പെടുന്ന സീരീസാണ്. എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സീരീസ് തന്നെയാണ്. പക്ഷെ എന്നാലും കുറച്ച് ലെങ്തി കൂടി ഇതുപോലെ ഒരു ഫീൽ തോന്നി. ഒരു 6 എപ്പിസോഡുകളിലൊക്കെ തീർക്കാമായിരുന്നു തോന്നി ഈ ഒരു സീരീസ് എന്നുള്ളത്. എന്തായാലും കണ്ടു നോക്കുക. അപ്പോൾ 2 സീരീസ് പരിചയപ്പെട്ടു. അടുത്ത സീരീസ് ഏതാണെന്ന് നോക്കിയാൽ ഒരു അമേരിക്കൻ ആക്ഷൻ ബ്ലാക്ക് കോമഡി ഹൊറർ ഫാന്റസി വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു സീരീസാണ്. ദ ബോൺസ്മാൻ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. തന്റെ ജീവന് ഒരു രണ്ടാമതൊരു അവസരം കിട്ടുന്ന ബോണ്ടി ഹണ്ടർ ആയിട്ടുള്ള നായകൻ. ആ ഒരു പിന്നെ രണ്ടാമത്തെ അവസരത്തിൽ പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഡെവിളിനെ ഹോൾഡ് ചെയ്യാനാണ് രണ്ടാമതായിട്ടുള്ള ഈ ഒരു പിന്നെ അവസരത്തിൽ ഈ പിന്നെ നായകന് കിട്ടുന്ന ആ ഒരു ജോബ് എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം നായകന്റെ ലൈഫിൽ നായകന്റെ വൈഫ്, മകന്, അമ്മ, അവർക്കൊക്കെ എന്ത് സംഭവിക്കുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മൊത്തം 8 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിൽ കാണിച്ചു പോകുന്നത്. ഒരു ചെറിയൊരു സീരീസാണ്. ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബോൺസ്മാൻ എന്ന് പറയുന്ന സീരീസ് പിന്നെ 8 എപ്പിസോഡുകളേ ഉള്ളൂ സീരീസിൽ. ഏകദേശം 4 മണിക്കൂറിന് എടുത്ത സീരീസിന്റെ ദൈർഘ്യം വരുന്നുള്ളൂ. അപ്പം ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. മലയാളം അടക്കമുള്ള എല്ലാ ഭാഷകളിലും അവൈലബിൾ ആണ്. മലയാളം ഡബ്ല്യു വേർഷൻ ഒന്നും കുഴപ്പമില്ലായിരുന്നു. തമിഴും കുഴപ്പമില്ലായിരുന്നു. ഓരോ എപ്പിസോഡുകൾ കഴിയുമ്പോഴും പിന്നെ ഓരോ ട്വിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ എപ്പിസോഡും നിർത്തുന്നതാണ്. അപ്പം ലാസ്റ്റ് ക്ലൈമാക്സിൽ എത്തുന്ന സമയത്ത് അടുത്തൊരു സീസണിന് വേണ്ടിയുള്ള ഹിന്റ് വെച്ചിട്ടാണ് സംഭവം നിർത്തുന്നത്. ഒന്നിനും അതായത് ഈ ഡെവിളിന്റെ കുറിച്ചുള്ള സംഭവങ്ങളിലൊന്നും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് തോന്നി എനിക്ക്. പക്ഷെ എന്നാലും സ്പീഡായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു തീർക്കുന്നുണ്ട് ഒരു സീരീസ് എന്നുള്ളതാണ്. പെർഫോമൻസുകളൊക്കെ കൊള്ളാമായിരുന്നു. സ്ക്രീൻ പ്ലേ കാര്യങ്ങളൊക്കെ കൊള്ളാമായിരുന്നു. VFX ഒന്നുകൂടി നന്നാക്കാമായിരുന്നു തോന്നുന്നു ബോൺസ്മാൻ എന്നാണ് ഈ ഒരു സീരീസിലെ. മൊത്തം 8 എപ്പിസോഡുകളാണുള്ളത്. ഫസ്റ്റ് സീസണാണ്. കണ്ടു നോക്കുക. ആമസോൺ പ്രൈമിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ബോൺസ്മാൻ എന്ന സീരീസ് മസ്റ്റ് വാച്ച് എന്നല്ല, ഒരു എവറേജ് ഫീലാണ് ഈ ഒരു സീരീസ് എനിക്ക് സംബന്ധിച്ചത്. ഓക്കെ, അപ്പൊ അടുത്ത സീരീസ് ആണെന്ന് നോക്കിയാൽ ഒരു ക്രൈം ഡ്രാമ ആക്ഷൻ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു ഇംഗ്ലീഷ് സീരീസാണ്. ദ ഹോർഡിംഗ് പാർട്ടി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്.
NBCയിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ജിയോ ഹോട്ട്സ്റ്റാർ അവൈലബിൾ ആണ്. 10 എപ്പിസോഡുകളാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ കഴിഞ്ഞ ആഴ്ച വരെ 10 എപ്പിസോഡുകൾ ഈ ഒരു സീരീസിന്റെ റിലീസ് ചെയ്തു. തമിഴ് WH ഒക്കെ അവൈലബിൾ ആണ് ഈ ഒരു സീരീസ് എന്നുള്ളത്. ഈ ഒരു സീരീസിന്റെ സ്റ്റോറി എന്താണെന്ന് നോക്കിയാൽ, നമ്മൾ ഈ സീരിയൽ കില്ലേഴ്സിനൊക്കെ പിടിച്ചതിന് ശേഷം പിന്നെ വധശിക്ഷയ്ക്ക് പിന്നെ എന്താ പറയുക വധശിക്ഷയ്ക്ക് വിധിക്കും. അപ്പോൾ വധശിക്ഷ കഴിഞ്ഞു എന്നുള്ളത് ലോകത്തെ പിന്നെ എന്താ പറയുക ലോകത്തെ വിശ്വസിപ്പിച്ചുകൊണ്ട് അവരെ പിന്നെ എന്താ പറയുക അവരെ കൊല്ലില്ല. അവരെ കൊല്ലാതെ അവരെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ അവരെ അടച്ചിടുകയാണ്. ഇതുപോലുള്ള സീരിയൽ കില്ലേഴ്സിനെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ അടച്ചിടാണ്. അവിടുന്ന് ഇവർക്ക് എന്തൊക്കെയോ ഒരു പരീക്ഷണം കാര്യങ്ങളൊക്കെ നടത്തുകയാണ് സംഭവം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ സീരീസ് കണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അപ്പം അവിടെ ഒരു ബ്ലാസ്റ്റ് നടക്കുകയാണ്, ഒരു ബോംബ് ബ്ലാസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള കുറേ ആൾക്കാർ, അതായത് ഈ സീരിയൽ കില്ലേഴ്സ് കുറേ ആൾക്കാർ അവിടുന്ന് രക്ഷപ്പെടും, കുറേ ആൾക്കാർ മരിക്കും, അങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഈ രക്ഷപ്പെട്ട സീരിയൽ കില്ലേഴ്സിനെ പിടിക്കാൻ വേണ്ടി പിന്നെ FBI ഏജൻസ് ആയിട്ടുള്ള നായികയും കൂട്ടരും പിന്നെ എന്താ പറയുക ഡ്യൂട്ടി ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം ഓരോ എപ്പിസോഡുകളിലും ഓരോ സീരിയൽ കില്ലേഴ്സിനെ ഇങ്ങനെ എന്താ പറയുക അവരുടെ സ്വഭാവങ്ങൾ, രക്ഷപ്പെട്ട ഈ സീരിയൽ കില്ലർ ആരാണ്, അവരുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, അവർ വേറെ ആൾക്കാരെ കൊല്ലുമോ, അതിനിടയ്ക്ക് ഇവരെ പിടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന സീരീസാണ് ദ ഹോണ്ടിങ് പാർട്ടി എന്ന സീരീസ്. ഏകദേശം 42 മിനിറ്റുള്ള 10 എപ്പിസോഡുകളാണുള്ളത്. അതായത് പിന്നെ മൊത്തം 7 മണിക്കൂറിന്റെ സീരീസിന്റെ ദൈർഘ്യം വരുന്നത്. അതുകൂടാതെ പിന്നെ എന്താ പറയാ ആ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ബ്ലാസ്റ്റ് നടന്നതെന്നുള്ളത് ഒരു അന്വേഷണം കൂടി അത് കൂടാതെ നടക്കുന്നുണ്ട്. അത് അങ്ങനെ കാണിച്ചു തരുന്ന ഒരു സീരീസാണ് ദ ഹോണ്ടിങ് പാർട്ടി എന്ന സീരീസ്. ഒരു ഏവറേജിൽ ഒതുങ്ങുന്ന ഒരു സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. 10 എപ്പിസോഡ് 7 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓരോ എപ്പിസോഡ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ കണ്ടാണ്, ഓരോ ആഴ്ചകളിൽ ഇങ്ങനെ കണ്ടതാണ്. അപ്പോൾ കുറച്ച് ലെങ്തിയാണ്, ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ 10 എപ്പിസോഡുകൾ അവസാനിച്ചിട്ടില്ല, ഇനിയും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. 10 എപ്പിസോഡുകളാണ് ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ദ ഹോണ്ടിങ് പാർട്ടി എന്ന ഒരു സീരീസാണ്. മൊത്തം 4 സീരീസാണുള്ളത്. കാക്കി ദ ബീഹാർ ചാപ്റ്റർ, കാക്കി ദ ബംഗാൾ ചാപ്റ്ററും, ദ ബോൺസ്മാനും ദ ഹോണ്ടിങ് പാർട്ടി, ഈ 4 സീരീസുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സീരീസുകളിൽ ഏതെങ്കിലും സീരീസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ശ്രമിക്കുക. പിന്നെ ഒന്നും മസ്റ്റ് വാച്ച് സീരീസ് ഞാൻ പറയില്ല, പക്ഷെ കാക്കി എന്ന് പറഞ്ഞാൽ ഈ ബീഹാർ ചാപ്റ്ററും അതുപോലെ തന്നെ ബംഗാൾ ചാപ്റ്ററും ഒരു തവണ കണ്ടു നോക്കാവുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സീരീസാണ്. ഇത് ഹിന്ദി സീരീസുകളൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ, അതുപോലെ ക്രൈം ഡ്രാമ സീരീസുകളൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സീരീസ് ആയിട്ടാണ് ആ 2 സീരീസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ 2 സീരീസ് ദ ബോൺസ്മാൻ ദ ഹോണ്ടിങ് പാർട്ടിയും ഒരു മസ്റ്റ് വാച്ച് സീരീസുകളൊന്നുമില്ല. അപ്പോൾ ഈ 4 സീരീസുകളും 18+ ആണ്. ഈ എന്താ പറയുക ചോര തെറിക്കുന്ന ഒരുപാട് വയലൻസ് രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.